അവിടെ പോയിട്ടോ പച്ചയായി വിളിക്കുന്നത് ആ ജാറത്തിൽ മറവ് ചെയ്യപ്പെട്ടവരെയാണ്. ആരാ ഇത് പറയുന്നത്? ചില്ലറക്കാരൊന്നുമല്ല, കേട്ടോളിയും. അൽഹംദുലില്ലാ, നമ്മുടെ ദുആയേക്കാൾ ചിലപ്പോൾ ആ പാവങ്ങളുടെ ദുആ വല്യപ്പക്ക് ഇഷ്ടപ്പെടും. അവരെ സിയാറത്ത് വല്യപ്പക്ക് ഇഷ്ടപ്പെടും. നമ്മൾ അവിടെ പോയി ലക്ഷക്കണക്കിന് ഖുർആനായ തോതിയിട്ട് നമ്മളിരുന്ന് കരഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കൂല. ചെമ്പ് ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടല്ലോ, തൃശൂർ ജില്ലയിലെ വരവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഒരു മസ്താന്റെ ജാറത്തിലെ പ്രഭാഷണമാണ്. ഇവരൊക്കെ ആരാ സഹോദരങ്ങളെ? അർത്ഥശങ്കക്കിടയില്ലാതെ ആ ജാറത്തിലെ മഹാനെ വിളിച്ചു പറഞ്ഞാൽ കേൾക്കുമെന്നാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നമുക്ക് സംശയമില്ല, ഉത്തരം നൽകുന്നവൻ തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. അർത്ഥശങ്കക്കിടയില്ല, തീർച്ചയായും ഉത്തരം നൽകുന്നവൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹ് മാത്രമാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അർത്ഥശങ്കക്കിടയില്ലാതെ ഉത്തരം കിട്ടുന്നത് ഷിയാ സൂഫി വിശ്വാസപ്രകാരമുള്ള ജാറങ്ങളിൽ നിന്നല്ല, വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്നാണ്. പ്രാർത്ഥന കേൾക്കുന്നവൻ ജാറത്തിൽ കടക്കുന്നവരാണോ? അല്ലാഹ് മാത്രമാണ്.